ഭണ്ഡാസുരൻ്റെ ഭാഗത്തുനിന്നും കുടിലാക്ഷൻ എന്നുള്ള ആളാണ് സേനാനായകൻ. അയാളോട് യുദ്ധത്തിന് പോകാൻ ഭണ്ഡാസുരൻ കൽപ്പിച്ചു. കുടിലാക്ഷൻ ദുർമദൻ എന്ന് പറയുന്ന ഒരു സേനാനായകനെ യുദ്ധത്തിന് പോകാൻ കൽപ്പിച്ചു. എങ്ങനെയാണോ മംഗളമയമായ രൂപഭാവങ്ങളോടുകൂടി ദേവിയുടെ സേന വിളങ്ങുന്നത്, അതിന് നേരെ മറിച്ചുള്ള രംഗങ്ങളാണ് ലളിതോപാഖ്യാനത്തിൽ അസുരസേനയെപ്പറ്റി വർണ്ണിക്കുന്നത്. അവരുടെ ആയുധങ്ങളും വളരെ വിചിത്രമാണ്. അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളും വളരെ വിചിത്രമാണ്. സിംഹം, കടുവ, ചെന്നായ, കുതിര, കഴുത, നായ, പന്നി, കാക്ക, മനുഷ്യനും മൃഗവും ചേർന്നുള്ള ശരഭം, പേരുണ്ടം, പ്രേതം. അതിൽ ദുർമദൻ എന്ന് പറയുന്ന സേനാനായകനാണ് ആദ്യം യുദ്ധം ചെയ്തത്. അന്നത്തെ യുദ്ധനീതി എങ്ങനെയാണെന്ന് വെച്ചാൽ തനിക്ക് തുല്യമായിട്ടുള്ളവരുടെ കൂടെയാണ് യുദ്ധം ചെയ്യുക. അപ്പോൾ ഇവൻ ആദ്യം ഏറ്റുമുട്ടിയത് സമ്പത്കരി ദേവിയോടാണ്. സമ്പത്കരി ഗജസേനയുടെ നായികയാണ്. കുറേ ഭീകരമായ യുദ്ധമുണ്ടായി എന്ന് യുദ്ധത്തിൻ്റെ വർണ്ണന ലളിതോപാഖ്യാനത്തിലുണ്ട്. ഒരു ഘട്ടത്തിൽ സമ്പത്കരി ദേവിയുടെ മുകുടത്തിലുള്ള ഒരു മണി ഇവൻ അമ്പെയ്ത് വീഴ്ത്തി. അത് വലിയ നാണക്കേടായിട്ട് കണക്കാക്കിയത്രേ. ദേവിയുടെ കിരീടത്തുനിന്ന് ഒരു മണി താഴേക്ക് വീണു. അങ്ങനെ സമ്പത്കരി ദേവി അതിരോഷത്തോടുകൂടി ഇവനെ വധം ചെയ്തു. അങ്ങനെ ദുർമുഖൻ സമ്പത്കരി ദേവിയാൽ വധം ചെയ്യപ്പെട്ടു. പിറ്റേ ദിവസം കുടിലാക്ഷൻ കുരുണ്ടൻ എന്ന് പറയുന്ന മറ്റൊരു ആളെ യുദ്ധത്തിന് അയച്ചു. കുരുണ്ടൻ ഈ ദുർമദൻ്റെ അനിയനാത്രേ. അപ്പം ചേട്ടൻ മരിച്ചുപോയി. ആദ്യത്തെ ജയം ശക്തിസേനയ്ക്കാണ് ഉണ്ടായത്. ഈ രണ്ടും കൂടിയിട്ട് അവരെ മുഴുവൻ നശിപ്പിക്കണം എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് കുരുണ്ടൻ എന്ന് പറയുന്ന ആൾ യുദ്ധത്തിന് വന്നത്, ഈ അസുരൻ. അപ്പോൾ സമ്പത്കരി ദേവി അയാളെ നേരിടാൻ ചെന്നു അത്രേ. അശ്വാരൂഢ വന്നിട്ട് തടഞ്ഞു. ദേവി അങ്ങ് യുദ്ധം ചെയ്ത് ക്ഷണിച്ചിരിക്കുന്നു. എനിക്കും യുദ്ധം ചെയ്യാനുള്ള ഒരു അതിയായ ത്വരയുണ്ട്. അങ്ങ് വിശ്രമിച്ചാലും ഞാൻ യുദ്ധം ചെയ്തുകൊള്ളാം എന്ന് ഈ കുരുണ്ടൻ്റെ കൂടെ അശ്വാരൂഢ യുദ്ധം ചെയ്തു. ഒരു ഭീകര യുദ്ധത്തിന് ശേഷം കുരുണ്ടൻ കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ കുടിലാക്ഷൻ കരങ്കൻ, കാകവാചിതൻ, വജ്രദന്തൻ, വജ്രമുഖൻ, വജ്രലോമൻ എന്ന് പറയുന്ന അസുരന്മാരെ അയച്ചു. അവരും കൊല്ലപ്പെട്ടു. കുടിലാക്ഷൻ എന്ന ഭണ്ഡാസുരൻ്റെ സേനാനായകൻ 5 അസുരന്മാരെയും കൂടി പറഞ്ഞു വിട്ടു അത്രേ. അങ്ങനെ ആ 5 പേരെയും പറഞ്ഞേക്കൂ. തൻ്റെ ദേശത്തിന് വേണ്ടി ദേഹത്യാഗം ചെയ്യുവാൻ അവർ മടിക്കാത്തവരാണ് എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ ആ വാക്ക് ഫലിച്ചു. അവരൊക്കെ ദേഹത്യാഗം ചെയ്യേണ്ടി വന്നു. അവരുടെ പേരൊക്കെ ലളിതോപാഖ്യാനത്തിൽ പറയുന്നു. കരങ്കൻ, കാകവാചിതൻ, വജ്രദന്തൻ, വജ്രമുഖൻ, വജ്രലോമൻ എന്നൊക്കെ വിചിത്രമായ പരിവാരങ്ങളോട് കൂടിയാണ്. കഴുതപ്പുറത്ത് 100 കഴുത കൂട്ടിയ ഒരു തേരിലാണ് വജ്രദന്തൻ. വജ്രം പോലത്തെ ആയുധങ്ങളാണ് അവർ പ്രയോഗിക്കുന്നത്. വജ്രലോമൻ, വജ്രമുഖൻ ഇവരൊക്കെ. അതിഭീകരമായ യുദ്ധമുണ്ടായി അത്രേ. എന്നിട്ട് സർപ്പിണി എന്ന് പറയുന്ന അവർ സാധാരണ യുദ്ധതന്ത്രങ്ങളൊക്കെ വിട്ടു. മായായുദ്ധവും അവർക്ക് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു. അങ്ങനെ സർപ്പിണി എന്ന് പറയുന്ന ഒരു അസുരശക്തിയെ ഉണ്ടാക്കി. കോടിക്കണക്കിന് സർപ്പങ്ങൾ, പാമ്പുകൾ അവരുടെ ശരീരത്തിൽ നിന്നുണ്ടായി. അതൊക്കെ വന്നിട്ട് ശക്തിസേനകളെ കടിച്ചു ഉതറി അല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. പലരും ബോധം കെട്ട് വീണു. ഇവർ തോറ്റുപോകും എന്നുള്ള ഒരു മട്ടിലായി. അങ്ങനത്തെ ഒരു അവസരത്തിൽ ശ്രീ ലളിതാംബിക അവിടെ വന്നു. തൻ്റെ സൈന്യത്തിലുള്ളവരൊക്കെ കടാക്ഷിച്ചു. മന്ത്രിണിയെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. അപ്പോൾ മന്ത്രിണി ദേവിയുടെ അന്തഃശക്തി, ഉള്ളിലുള്ള ഒരു ശക്തി കൊണ്ട് നകുലി എന്ന് പറയുന്ന ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു.
നകുലിയുടെ ശരീരത്തു നിന്നും അനേക നകുലങ്ങൾ, കീരികളുണ്ടായി. ആ കീരികളൊക്കെ ഈ അസുരന്മാർ സൃഷ്ടിച്ച സർപ്പങ്ങളെയൊക്കെ കടിച്ചു തിന്ന് കൊന്നു. അങ്ങനെ ഈ 5 കരങ്കൻ, കാകവാചിതൻ, വജ്രദത്തൻ, വജ്രമുഖൻ, വജ്രലോമൻ എന്ന് പറയുന്ന അവരുടെ വധമുണ്ടായി എന്ന് ലളിതോപാഖ്യാനം യുദ്ധത്തെ വർണ്ണിക്കുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.